ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടിയിൽപ്പെട്ട വ്യക്തികളും ഇരിപ്പുണ്ട്, നേതാക്കന്മാരിരിപ്പുണ്ട്. ഇവര് വോട്ട് ചോദിക്കുമ്പോൾ ഇവരുടേതായ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ വോട്ട് കൊടുക്കുന്നുണ്ട്, ഓരോ രാഷ്ട്രീയക്കാരും. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇവര് ആരെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും കേരളത്തിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു വൈജ്ഞാനിക സമൂഹത്തെ അല്ലെങ്കിൽ കേരളത്തെ ആ ഒരു നിലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ SKN തന്നെ ഇവിടെ പറഞ്ഞു. ശ്രീ P. രാജീവ് പറഞ്ഞ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഈ കേരളത്തിലേക്ക് വരുന്നു. ആ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കുന്നു എന്നുള്ളതോ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളൊരു വലിയ കുഴപ്പമായി വ്യക്തിപരമായി കാണുന്ന ഒരാളല്ല ഞാൻ. എന്താ വെച്ചാൽ കേരളത്തിൻ്റെ സമൂഹം നിങ്ങൾ നോക്കും, നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, ഇന്ത്യയിലെ പല പിന്നെ BJPയുടെ നേതാക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ നിന്ന് അവരുടെ ആ സാഹചര്യത്തെക്കാൾ കേരളം മെച്ചമായതുകൊണ്ടാണല്ലോ അവരിവിടേക്ക് വരുന്നത് തൊഴിലെടുക്കാൻ. അത്തരം നമ്മുടെ ഇന്ന് കേരളത്തിൽ പഠിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ കേരളത്തിൽ തന്നെ നിൽക്കാൻ, പഠിക്കാൻ, ജീവിക്കാൻ, നിങ്ങൾ നോക്കൂ, ലോകത്തിൽ മറ്റെവിടെ പോയാലും ജീവിക്കുന്നതിനേക്കാൾ നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം. സുരക്ഷിതമായി പറഞ്ഞല്ലോ അല്ല സുരക്ഷിതമായി. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം പ്രതിനിധാനം ചെയ്യുന്നൊരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവാണ് അങ്ങ്. ഈ 10 വർഷമായിട്ട് കേരളത്തിൽ വന്ന ഒരു വ്യവസായത്തിന്റെ പേര് പറയാമോ? എത്രയോ IT പ്രോജക്റ്റുകൾ, വിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം വിഴിഞ്ഞം പദ്ധതി ഇതെല്ലാം കേരളത്തിൽ വന്ന പ്രൊജക്ടുകളല്ലേ? അതെന്തിനാ മാറ്റി നിർത്തുന്നത്? നോക്കൂ, ഞാൻ ചോദിച്ചത് അക്കൗണ്ടബിലിറ്റി അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷത്തെ അക്കൗണ്ടബിലിറ്റി അങ്ങേക്കാണുള്ളത്. അല്ല,